നമ്മുടെ ലൈഫിനെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ട് അല്ലേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും കാത്തു നിൽക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലൈഫിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാവണമെന്നില്ല പിന്നീട് നമ്മൾ ആയിത്തീരുന്നത്. പക്ഷേ ചിലർക്ക് ഭയങ്കരമായിട്ട് ഡിറ്റർമിനേഷനോട് കൂടെ തന്നെ ഞാൻ ഇന്നതായിത്തീരും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ബിസിനസ് ചെയ്യും, ഇന്ന കാര്യത്തിൽ എത്തണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് അച്ചീവ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, പണ്ട് കാലത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നതും നടക്കുന്നതും. വലിയൊരു കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ചിലപ്പം ആഗ്രഹിക്കുന്നത് എത്തിപ്പിടിക്കാനുള്ള സാധ്യതകൾ കുറേയും കൂടെ നമുക്ക് ആക്സസിബിൾ ആയിട്ടാണ് ഇന്നത്തെ ലോകമുള്ളത്. പക്ഷെ എന്തുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെക്കുന്നു? നമ്മുടെ ഈ കേരളത്തിലെ മിക്ക കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൂടെ നമ്മളെ കൊണ്ടാവില്ല, വേണ്ട, അല്ലെങ്കിൽ അതിലൊക്കെ പോയി സമയം കളയണ്ട എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്താണ് ചെയ്യുന്നത്. പക്ഷേ ഓപ്ഷൻസ് ഇങ്ങോട്ട് വരുന്നു, ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുമ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെയല്ലേ നല്ലത്? യെസ്, മിസ് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു സ്കൂൾ ലൈഫിൽ തന്നെ നിങ്ങളുടെ ഡ്രീം ജോബിലേക്കും നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്കും എത്താനുള്ള പ്ലാൻ സെറ്റാക്കിക്കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്, ബോർഡ് എക്സാമിന് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കേണ്ട, ആ പഠിക്കുന്ന നോളജ് എല്ലാം കൂടെ കൺസേർവ് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്പ് എക്സാംസുകളും കോമ്പറ്റേറ്റീവ് എക്സാംസും കൂടെ പഠിച്ചാൽ നമുക്ക് ഈ സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് ടു ലൈഫ് കഴിഞ്ഞ പാടെ തന്നെ ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അവിടുത്തെ ക്യാമ്പസ് ലൈഫും കുറച്ചുകൂടെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അവിടെയൊക്കെ പഠിച്ച ആൾക്കാരുടെ ലൈഫും മനസ്സിലാക്കുമ്പോഴേ ഇതൊക്കെ നമുക്ക് കിട്ടാതെ പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മിസ്സിന് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ ഒന്ന് സൈഡായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള എക്സാംസിനും കൂടെ പഠിച്ച് പ്രിപ്പയർ ചെയ്തോടെ അവിടെയാണ് ഫാൽക്കൺ ബാച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴും കുറേ കുട്ടികൾക്കും കുട്ടികളുടെ പാരൻസിനും അറിയത്തില്ലാത്ത കാര്യമുണ്ട്. ഫാൽക്കൺ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ എക്സാം എഴുതാൻ പഠിക്കും, നിങ്ങളുടെ സ്ട്രാറ്റജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാകും, ടൈം മാനേജ്മെൻറ്റ് സ്കിൽസൊക്കെ അത് നിങ്ങളുടെ സ്കൂളിലെ ആനുവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ തന്നെ നിങ്ങൾക്കൊരു ബേർഡൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റുമെങ്കിൽ അതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ക്ലാസ്സുകളും അതുകൂടാതെ വീക്കെൻഡ്സിലുള്ള എക്സാംസുകളൊക്കെ നിങ്ങളെ വല്ലാതെ ബൂസ്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റീനെയും നിങ്ങളുടെ സ്കിൽസിനെയും കൂടെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്താൽ നമ്മുടെ NITയുടെയും എയിംസിൻ്റെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതിനെപ്പറ്റി പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു സീറ്റിൽ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഫാൽക്കൺ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യൂ. സൈലത്തിൻ്റെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ ഒരാളാവാനും കൂടിയാണ് പോകുന്നത്. സോ വെൽക്കം ടു ഫാൽക്കൺ ബാച്ച്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് ഒന്നിച്ച് തന്നെ നമുക്ക് പഠിക്കാം.